നമുക്കിന്നൊരു സറാറ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലോ? അപ്പോൾ ഇന്ന് ഒരു സാരി കൊണ്ടാണ് സറാറയുടെ പാൻറ്റ് തയ്ക്കുന്നത്. ടോപ്പ് പിന്നീട് തയ്ക്കുന്നത് കാണിക്കാം. ഇപ്പോൾ പാൻറ്റിൻ്റെ അളവും അതിൻ്റെ സ്റ്റിച്ചിങ്ങും നമുക്ക് നോക്കി പഠിക്കാം. ആദ്യമേ സാരി 4ആയിട്ട് മടക്കിയിടണം. അല്ലെങ്കിൽ ഈ കോണോട് കോണായിട്ട് സാരി മടക്കിയിടണം. അപ്പോൾ ഒരു 3 മീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ സാരി തുണി. ബാലൻസ് ചെയ്യാൻ ഒരു ടോപ്പ് അടിക്കാനും ഷോളിനും വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ അരവണ്ണം, നമുക്ക് ആ പാവാട പോലെ കിടക്കുന്നതാണ്, അമ്പർല ടൈപ്പാണ് ഇത് തയ്ക്കുന്നത്. അമ്പർലയുടെ അതേ മോഡലാണ്. അപ്പോൾ ഞാൻ ഇത് ക്രോസായിട്ടാണ് തുണി വിരിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് മുകൾ ഭാഗത്തുനിന്ന് ഒരു 7.5 ഇഞ്ച് ആളിൻ്റെ ഇടുക്ക് ഭാഗത്തുള്ള വണ്ണം, അതിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ ലൂസ് ഇട്ടിട്ട് അതിൻ്റെ 4/1 ഭാഗമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആ 4/1 ഒരു 7.5-8 ഇഞ്ചാണ് അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വണ്ണമൊന്നുമില്ലാത്തൊരു കൊച്ചിൻ്റെയാണ്. വണ്ണമുള്ളവർക്കാകുമ്പോൾ ഇതിൽ വലിയ രീതിയിൽ തയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു 7.5-8 ഇഞ്ച് വീതിക്ക് ആ മേൽഭാഗം വരച്ചതിന് ശേഷം ആളിൻ്റെ ഇറക്കം നോക്കണം. അവിടുന്ന് താഴോട്ടുള്ള ഇറക്കം, ആ ഇറക്കം അനുസരിച്ച് വേണം താഴോട്ട് ടേപ്പ് പിടിച്ച് അളവെടുക്കാൻ. ഇതിപ്പോൾ ഒരു 35 ഇഞ്ചിൻ്റെ അടുത്ത് ഇറക്കം, നല്ല നീളമുള്ള ആളായതുകൊണ്ട് ഞാൻ ഒരു 35 ഇഞ്ച് നീളത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അമ്പർലയ്ക്ക് എങ്ങനെയാണ് തുണി മടക്കിയിടുന്ന ക്രോസോട് ക്രോസ് ഇട്ടിട്ട് ആ വരയെ അത് താഴോട്ട് ടേപ്പ് പിടിച്ച് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിന് വരച്ച് കൊടുക്കണം. എന്നിട്ട് കത്രിക കൊണ്ട് അത് വെട്ടി മാറ്റുക. മുകളിൽ നമ്മളൊരു 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ല, അതും കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഒരു അമ്പർല പാവാടയുടെ അതേ മോഡലിൽ ആ തുണി കിട്ടും. അത് ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ചില തുണിയുടെ അകത്ത് നമുക്ക് 2 വശവും കട്ടായി തന്നെയാണ് കിട്ടുന്നത്. ഇത് 2 പീസാക്കി മാറ്റണം. 2 പീസാക്കെന്ന് പറഞ്ഞാൽ 2 കാലിൻ്റെയും 2 ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടതാണ് ഈ 2 തുണിയും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി സീറ്റ് അളവ് എടുക്കുന്നതിനായിട്ട് ഈ 2 പീസ് 2ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് ഞാനിവിടെ ഒരു 14 ഇഞ്ച് നീളവും ഒരു 15 ഇഞ്ച് വീതിയിലുമാണ് തുണി എടുത്തേക്കുന്നത്. അതും ഒരു സമചതുരത്തിൽ അത് വെട്ടി മാറ്റി. അതിനുശേഷമാണ് അതെങ്ങനെയാണ് ആ പാൻറ്റിന് നമ്മൾ നേരത്തെ അമ്പർലയ്ക്ക് വെട്ടിയ പീസ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം അളവെടുക്കുക. കറക്റ്റായിട്ട് അളവെടുത്ത് അതിൻ്റെ ഒരാളിൻ്റെ അരവണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ അരവണ്ണത്തിനേക്കാൾ 5 ഇഞ്ച് കൂട്ടിയിട്ടാണ് അളവെടുത്തിരിക്കുന്നത്. ഈ പാൻറ്റിന് ഞൊറിച്ചിലോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനിച്ചിരി ലൂസിട്ട് മാത്രം അടിച്ചാൽ മതി. ഇപ്പം നമ്മൾ പാവാട പോലെ വെട്ടി താഴോട്ട് നമുക്ക് ലൂസിൽ കിടക്കാൻ വേണ്ടി അമ്പർല ടൈപ്പ് വെട്ടിയില്ലേ, അതിൻ്റെ അളവ് ഒരു 7.5 എടുത്തില്ല. ആ 7.5 തന്നെ നമുക്ക് ഇതിൻ്റെ അറ്റത്തും 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിലോട്ട് ചരിച്ച് വരച്ചു. 7.5 ഇഞ്ചിൽ നിന്ന് ചരിച്ച് വരച്ചതിന് ശേഷം നമുക്കത് വെട്ടി മാറ്റാം. അമ്പർല ടൈപ്പിൽ നമ്മൾ വെട്ടി മാറ്റിയ തുണി ആദ്യമേ അതിൻ്റെ താഴെ ചെറുതായിട്ട് മടക്കി നമുക്ക് ചുറ്റിനും അടിച്ചു കൊടുക്കാം. അതിൻ്റെ നല്ല വശം നോക്കി വേണം മതിയായത് അടിച്ചു മാറ്റാൻ. അതിൻ്റെ രണ്ടാമത്തെ പീസും അതുപോലെ തന്നെ നമുക്ക് താഴെ ചുരുട്ടി അടിച്ച് കൊടുക്കാം. പിന്നീട് നമുക്കതിൻ്റെ സീറ്റ് മുകളിലത്തെ പടി എടുത്ത് 2 കഷ്ണമായിട്ടല്ലേ അത് മുറിച്ച് അതിൻ്റെ ചരിച്ച് വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മേളത്തെ വശത്ത് ആ വെട്ടി മാറ്റിയ ഭാഗം നമുക്ക് തയ്ച്ച് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ 2 വശവും അതുപോലെ തന്നെ നേരെ ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ 2 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നേരെ നിവർത്തിയിട്ട് നോക്കുമ്പോൾ ഒരു നിക്കർ ടൈപ്പിൽ വരും. അതിൻ്റെ ആ ചരിച്ച് വെട്ടിയ ഭാഗമാണ് ആ കാണുന്നത്. ആ ചരിച്ച് വെട്ടിയ ഭാഗത്തോട്ട് വേണം നമ്മൾ
നേരത്തെ അമ്പർലായ്ക്ക് വെട്ടിയ തുണി വെച്ച് തയ്ച്ച് പിടിപ്പിക്കാം. അടുത്ത സൈഡും അതുപോലെ തന്നെ അതിൻ്റെ നല്ല വശം നോക്കിയിട്ട് നല്ല വശവും വെച്ച് ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ടും പെട്ടെന്നും കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്ന ഒരു മോഡലാണ്. ഇപ്പം മീഷോയിലൊക്കെ അവൈലബിളായിട്ട് കിട്ടുന്ന ഒരു ഡ്രസ്സാണിത്. ഇതിനൊരു ക്രോപ്പ് ടോപ്പ് കാണും, ഇതിനൊരു ഓവർകോട്ട് കാണും, ചിലതിന് ഷോള് കാണും. ഇപ്പോൾ എല്ലാവരും കല്യാണ പാർട്ടിക്കാരും എല്ലാം ഇങ്ങനെയുള്ള മോഡലുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കും വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇതേ മോഡൽ നമുക്കും സ്റ്റിച്ച് ചെയ്യാം. എല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മെഷീൻ ഉള്ളവരെല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ എത്രത്തോളം ഭംഗിയായി വരുമെന്നുള്ളത് സ്റ്റിച്ച് ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കണം, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ അടുത്തത് ഇപ്പോൾ ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഓവർകോട്ടും അല്ലെങ്കിൽ ഷോളായിരിക്കാം, എന്തെങ്കിലും അത് ചെയ്യണം. ടോപ്പിന് വെട്ടിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോയും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണം.